ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മൾ എന്ത് നേടിയെന്നോ എന്ത് അധ്വാനിച്ചതോ എന്നൊന്നുമല്ല വിഷയം എന്നുള്ളത്. നമ്മുടെ പ്രവൃത്തി എപ്രകാരമായിരുന്നു. നാം ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 34 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യഹോവയുടെ കോപവും ക്രോധവും എപ്രകാരം ജാതികളുടെ മേൽ, സകല ജാതികളുടെ മേൽ ഉദിച്ചുവെന്നും ഏദോമ്യരുടെ ന്യായവിധിയും അവരുടെ അവസാനം എപ്രകാരം ആയിത്തീർന്നു എന്നൊക്കെയുമാണ് ഈ ഒരു ചരിത്ര പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് നമുക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കും ന്യായവിധി എന്നൊരു ദിവസത്തിൽ നമ്മൾ എതിർപ്പെടേണ്ടവരാണെന്ന് ഒരു ബോധ്യം നമ്മൾ പിന്നെയും നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കുവാൻ ഇടയായി തീരട്ടെ. ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ന്യായസന്ന ദിവസത്തിന് മുമ്പാകെ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ മുമ്പാകെ എതിർപ്പെടേണ്ടവരാണ്. അന്ന് നമ്മൾ ലജ്ജാപാത്രമായി നിൽക്കുമോ, അതോ അന്ന് നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാനിടയായി തീരട്ടെ. ആകയാൽ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മൾ എന്ത് നേടിയെന്നോ എന്ത് അധ്വാനിച്ചതോ എന്നൊന്നുമല്ല വിഷയം എന്നുള്ളത്. നമ്മുടെ പ്രവൃത്തി എപ്രകാരമായിരുന്നു. നാം ദൈവത്തിന്റെ ന്യായസ്ഥാനത്തിന് മുമ്പാകെ നമ്മുടെ ആ പ്രവൃത്തിയും നമ്മുടെ മറ്റ് എല്ലാ ഈ ലോകയാത്രയിൽ നമ്മളായിരിക്കുമ്പോഴൊക്കെ നാം എപ്രകാരം ജീവിച്ചു എന്നുള്ളത് ദൈവം പരിശോധിക്കുമ്പോൾ അവിടെ നമ്മൾ കുറ്റമില്ലാത്ത മനസ്സാക്ഷിയോടുകൂടെ വിശുദ്ധരായി നിൽപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കാനിടയായി തീരട്ടെ. അതുകൊണ്ട് ഈ ആത്മീയ ജീവിതം, ഈ ക്രിസ്ത്യ ജീവിതം അപ്രകാരം നല്ലെണ്ണം ജീവിച്ചു തീർപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അനുദിനം പ്രാർത്ഥിപ്പാനിടയായി തീരട്ടെ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ആകയാൽ ഈ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നാം നിൽക്കാൻ പ്രാപ്തരാകേണ്ടതിന് നാം സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ദിവസം എപ്പോൾ വരുമെന്ന് നാം അറിയുന്നില്ല. ആ ദിവസം എന്നെങ്കിലും ഒരു ദിവസം അത് വെളിപ്പെട്ടിട്ട് വരുന്ന ഒരു ദിവസമുണ്ട്. അതെന്നാ നാം അറിയുന്നില്ല. ഈ ലോകയാത്രയിൽ നമുക്കൊരു പക്ഷേ തോന്നിയേക്കാം അങ്ങനെ ഒരു ദിവസം ഉണ്ടായിരിക്കത്തില്ല. നാം എന്നും ജീവിച്ചു പോകുന്ന പോലെ, വർഷങ്ങൾ കടന്നു പോകുന്ന പോലെ നാം എപ്പോഴും കടന്നു പോകുമെന്ന്. അങ്ങനെയല്ല, ഒരിക്കൽ നാം കർത്താവിന്റെ വരവിങ്കൽ എതിരേണ്ടവരാണ്. അതെന്നും നാം അറിയുന്നില്ല. ന്യായവിധി ദിവസമുണ്ട്. അന്ന് നമ്മൾ കുറ്റമില്ലാത്ത മനസ്സാക്ഷിയോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു നിത്യ നരകത്തിനിടയായി തീരാതെ കർത്താവിനോടൊപ്പം വസിപ്പാൻ നാം പ്രാപ്തരാകേണ്ടതിന് ഇവിടെ തന്നെ നമ്മെ തന്നെ അനുദിനം ശുദ്ധീകരിച്ചുകൊണ്ട് നല്ലൊരു ക്രിസ്ത്യൻ നയിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. God bless you all.